ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാണ്. ഒരുപാട് ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു ഗോതയിലേക്ക്. അപ്പോൾ മക്കളെ, നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും, നിങ്ങളുടെ 10ാം ക്ലാസ്സിലുള്ള ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറിയിട്ടുണ്ട് അല്ലേ? 10ാം ക്ലാസ്സിൽ ഇപ്പം നിങ്ങൾ SSLC ഒക്കെ കഴിഞ്ഞു, ഇപ്പം +1 എത്തിയിട്ടുണ്ട്. 10ലെ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് +1 മാറിയിട്ടുണ്ടോ? നോ ടെൻഷൻ, +1 ഒരു ചേഞ്ചും ഇല്ല. പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു സംഗതി ഉണ്ട് കേട്ടോ. +1 ഇംഗ്ലീഷിലുള്ള ഒരു ചാപ്റ്റർ 10ാം ക്ലാസ്സിലെ കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്? അറ്റ് എ ടൈം പഠിക്കുന്നുണ്ട്. നിങ്ങൾ +1 പഠിക്കും, ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കും ഇംഗ്ലീഷിൽ. അത് 10ാം ക്ലാസ്സിലെ കുട്ടികളും പഠിക്കും. നിങ്ങൾ ആലോചിച്ചോ കേട്ടോ. അപ്പൊ അടുത്ത വർഷം +1 ടെക്സ്റ്റ് ബുക്ക് മാറും എന്നർത്ഥം. സാധ്യത കാണുന്ന കേട്ടോ. അപ്പൊ മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പഠനത്തിന്റെ രീതി മാറ്റിയേ പറ്റൂ. കാര്യം ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, +1 കഴിഞ്ഞ് +2 കഴിഞ്ഞ് നിങ്ങളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് കേട്ടോളൂ. കോമ്പറ്റീറ്റീവ് എക്സാം നിങ്ങൾ ഫേസ് ചെയ്തു, ഫസ്റ്റ് അറ്റംപ്റ്റ് ഇല്ല, സെക്കൻഡ് അറ്റംപ്റ്റിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ, അതായത് നമ്മൾ ഉണ്ടാവില്ലേ, റിപ്പീറ്റ് ചെയ്യാന്ന് പറയില്ലേ, റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കൂടെ കോമ്പറ്റീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഈ വർഷം SSLCക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരുപാട് മുന്നിലായിരിക്കും. കാര്യം അവരുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നല്ല ടഫായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ഒരുപാട് നന്നായിട്ട് പഠിച്ച് പാക്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളായിട്ട് അവർ കോമ്പറ്റീറ്റ് ചെയ്യാൻ വേണ്ടി വരിക. അപ്പം നിങ്ങൾ പിറകിലായി പോയാൽ നിങ്ങൾ അഡ്ഡപടലം മൂഞ്ചും. സോ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ക്രാക്ക് ചെയ്യണം. നിങ്ങളുടെ എൻട്രൻസ് ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമും നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നിങ്ങൾ ക്രാക്ക് ചെയ്തേ പറ്റൂ. പഠനത്തിന്റെ രീതി മാറ്റണം. എങ്ങനെയാണ് സാറേ പഠനത്തിന്റെ രീതി മാറ്റുക എന്ന് പറയുന്നത്? NCERT എന്ന് പറയുന്ന നിങ്ങളുടെ ഈ പുസ്തകം, നമ്മുടെ ഈ +1 +2 പുസ്തകം ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇത് നിങ്ങളുടെ ബൈബിളാണ്. ഇതിൽ നിന്നല്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനും ചോദിക്കൂല. ഐ റിപ്പീറ്റ്, നിങ്ങളുടെ NCERTയുടെ ടെക്സ്റ്റ് ബുക്ക് എന്നല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പോലും ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ലൈക്ക് എൻട്രൻസ്, നീറ്റ്, JEE പോലുള്ള ഒരു എക്സാമിനും ചോദിക്കൂല. സോ അതിൽ ചോദിക്കുന്ന രീതിയിൽ മാറ്റം ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അരിച്ചു പെറുക്കി ഓരോ മുക്കും മൂലയും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. സാറേ, ഞങ്ങൾക്ക് അങ്ങനെ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് എൻട്രൻസ് ഫീൽഡിലൊന്നും എക്സ്പേർട്ട് അല്ല എന്ന് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടോ പ്രയാസോ അങ്ങനെ വല്ലതുണ്ട്, അല്ലെങ്കിൽ സാറ് ഞങ്ങൾക്ക് ഇതിന് ശരിക്കും ഒരു ട്യൂഷൻ വേണം, പക്ഷെ ഞങ്ങൾക്ക് ഓഫ്ലൈൻ ട്യൂഷന് പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം ചെലവാകുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു പോർഷൻ കുറച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ മറ്റൊരു പോർഷൻ കിട്ടണമെങ്കിൽ നെക്സ്റ്റ് മന്തിലൊക്കെ ആയിരിക്കും ആവല്ലേ, ഒരു മാത്സ് ഇന്ന് എടുത്താൽ നെക്സ്റ്റ് ഒരു മന്തിലായിരിക്കും അടുത്തൊരു മാത്സിന്റെ ക്ലാസ് ഉണ്ടാവല്. അപ്പൊ അങ്ങനെ കുറച്ച് പ്രയാസങ്ങളുണ്ട്. എന്താ ചെയ്യാ? നോ ടെൻഷൻ, ഹിയർ വി ഗോ. നിങ്ങൾക്കാണ് കേരളം പഠിക്കട്ടെ എന്ന് പറയുന്ന +1 സയൻസ് വിദ്യാർത്ഥികളെ ഒരു സന്തോഷ വാർത്ത. നിങ്ങൾക്ക് ഓൺലൈൻ ട്യൂഷൻ ഉണ്ടടാ. നമ്മളെ +1 സയൻസിന്റെ വിദ്യാർത്ഥികളാണോ നിങ്ങളെങ്കിൽ, നിങ്ങൾ ഈ വർഷം എടുക്കാൻ വേണ്ടി പോകുന്നത് +1 സയൻസ് ആണെങ്കിൽ ഒരു ടെൻഷൻ അടിക്കണ്ട. നിങ്ങളെ ഫുൾ ചാപ്റ്റേഴ്സ് ഇവിടെ സെറ്റ് ആട്ടോ. നോക്കൂ, നിങ്ങൾ ഡെയിലി ലൈവ് ക്ലാസ്സും ഷോർട്ട് നോട്ട്സും ബെസ്റ്റ് ഫാക്കൽറ്റി, അത് എൻട്രൻസ് ഫീൽഡിലൊക്കെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ബെസ്റ്റ് ഫാക്കൽറ്റി ലൈനപ്പിന്റെ കിടിലൻ റെക്കോർഡഡ് ക്ലാസ്സുകളും മാത്രമല്ല മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടാണ്ട് പ്രീവിയസ് ഇയറിലുള്ള ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇടയിലെ എൻട്രൻസ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നല്ല പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ്. അതായത് നിങ്ങൾക്ക് വല്ല ഡൗട്ടും വരികയാണെങ്കിൽ ആ ഡയറക്റ്റ് ഫാക്കൽറ്റിനോട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഒരു അവസരമല്ല കേട്ടോ, ഒരുപാട് അവസരം നൽകുന്നുണ്ട്. മാത്രമല്ല മക്കളെ, വെറും 5999 രൂപക്ക് മക്കളെ അഡ്മിഷൻ എടുക്കുക. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് സാറേ അടിയിൽ കാണുന്ന അല്ലേ നമ്മളെ കോൺടാക്റ്റിൽ ഉണ്ടാവും, ലിങ്ക് ഉണ്ടാവും, അതിലൊന്ന് കോൺടാക്ട് ചെയ്യുക. മക്കളെ ജോയിൻ ചെയ്തോളൂ. നിങ്ങളെ പഠനത്തിന്റെ രീതി മാറ്റണം. നിങ്ങൾ ഇതുവരെ പഠിച്ച രീതിയിലല്ല പഠിക്കേണ്ടത്. കാര്യം കാലം മാറും, ഒരുപാട് ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുന്നുണ്ട്. നമ്മൾ പഠിച്ചിരുന്ന ബൈഹാർട്ട് സിസ്റ്റം അല്ലേ, ഒരു കാര്യമില്ല. ബൈഹാർട്ട് അല്ല, നമ്മൾ ലേണിംഗ് പ്രോസസ്സാണ് നടത്തേണ്ടത്, സ്റ്റഡി അല്ല ലേണിംഗ്. തലോണ്ട് ഇങ്ങനെ കളിക്കണം. നമ്മളൊരു സംഗതി ഉണ്ടാവില്ലേ, കാണാണ്ട് ഇപ്പോൾ ഡ്രൈവിംഗ് ഉണ്ടാവില്ലേ, നമ്മൾ ഡ്രൈവിംഗ് പഠിക്കൽ എങ്ങനെയാണ്? സ്റ്റഡി ചെയ്യും. എങ്ങനെ സ്റ്റഡി ചെയ്യല്? ഗിയർ അല്ലേ, ഗിയർ മാറ്റണം, ആക്സിലേറ്റർ കൊടുക്കണം അല്ലേ, മാത്രമല്ല ക്ലച്ച് മുന്ന് കാലെടുക്കണം അല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുക. പക്ഷെ ലേൺ ചെയ്യൽ എങ്ങനെയാണ്? ലേൺ ചെയ്താൽ പിന്നെ ആരെങ്കിലും പണ്ടത്തെ ഓർമ്മ ഉണ്ടാവോ? അല്ലെ, ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക, അങ്ങനെ ആരും ഓർക്കൂലല്ലോ. ഇല്ല, നമ്മൾ ഒരു ഹാബിറ്റ് ആയിട്ട് മാറണം. ആ ഒരു സ്റ്റൈലിൽ നമ്മളെ പഠന രീതിയെ മാറ്റണം. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടത് പഠിക്കണം. മക്കളെ എൻജോയ് ചെയ്ത് പഠിക്കണമെങ്കിൽ റാൻസിന്റെ ഈ +1 സയൻസിന്റെ ഈ ഒരു ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. നോ ടെൻഷൻ, ഒരു ടെൻഷൻ അടിക്കേണ്ട വരില്ല, നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ്. ജോയിൻ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.